സോ മാരുതി 800 പാർട്ട് 2. മാരുതി 800ന്റെ എഞ്ചിൻ കാര്യങ്ങളെക്കുറിച്ച് പറയാം. F8P എന്ന് പറയുന്ന ഒരു ഇൻലൈൻ 3 സിലിണ്ടർ എഞ്ചിൻ 796 cc ഉള്ള എഞ്ചിൻ വെച്ചിട്ടാണ് ഇവർ ലൈഫ് ലോങ് പൊക്കോണ്ടിരുന്നത്. അതിൻ്റെ അകത്ത് 5 സ്പീഡ് വന്നപ്പോഴാണ് അവർ F8ലേക്ക് വന്നത്. മറ്റത് 6 വാൽവ് ആയിരുന്നെങ്കിൽ ഇത് 12 വാൽവ് ആണ്. 2 ടൈപ്പ് ഓഫ് ഫ്യൂൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് അതിൻ്റെ അകത്ത് വന്നിരുന്നത്. ഒന്ന് കാർബറേറ്റർ ടൈപ്പ്, അത് മെക്കാനിക്കൽ. 2 ഇലക്ട്രോണിക് ആയിട്ടുള്ള MBFA ടൈപ്പും. അത് ഏറ്റവും സുഖം ഓടിക്കാനായിട്ട് MBFA ആണ്. നമുക്ക് NVH ലെവലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാല് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്മൂത്ത്നെസ് ആണെന്നുണ്ടെങ്കിലും അത് MBFAക്കാണുള്ളത്. അത് MBFAക്കകത്ത് 5 സ്പീഡാണ് ഏറ്റവും രസം. കാർബറേറ്റർ വന്നിട്ട് നമുക്ക് ഭയങ്കര റോ ഫീലാണ്. അതായത് കാല് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തും നമ്മുടെ എല്ലാ സെൻസസിലും അത് നമുക്ക് അറിയാൻ പറ്റും. റോ ഫീല് ആഗ്രഹമുള്ളവർക്ക് കാർബറേറ്റർ ഇഷ്ടപ്പെടും. എന്നെ സംബന്ധിച്ച് എനിക്ക് കാർബറേറ്റർ ഇഷ്ടമാണ്. പവർ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 700 കിലോയ്ക്ക് താഴെയുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ പവർ ടു വെയിറ്റ് റേഷ്യോയിലേക്ക് വരുമ്പം 4 സ്പീഡിന് ഏകദേശം 60 HP അടുത്തും 5 സ്പീഡിന് ഏകദേശം 70 HP അടുത്തും പവർ ടു വെയിറ്റ് റേഷ്യോ പെർ ടൺ വരുന്നുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു ഫിഗറാണ്. മാരുതി 800ന്റെ പവർ കൂടുതലും ഇരിക്കുന്ന ഒരു ലോ എൻഡ് ടോർക്കിലാണ്. ഒരു 3000 RPM വരെയാണ് അതിൻ്റെ ഒരു കൂടുതലും പവർ ഇരിക്കുന്നത്. ഇപ്പോൾ ഉള്ള വണ്ടികളെ പോലെ ഭയങ്കര ആക്സിലറേഷൻ 4 സ്പീഡിന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. 5 സ്പീഡിന് കുറച്ചുകൂടി ആക്സിലറേഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾ ഒരു കയറ്റമൊക്കെ കുറച്ച് ആൾക്കാരെയൊക്കെ വെച്ച് കയറ്റാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കുന്നു വേണം, വണ്ടി കയറി പൊക്കോളും. അതാണ് അതിൻ്റെ ഒരു എഞ്ചിൻ കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത പാട്ടിൽ പറഞ്ഞുതരാം.